പണ്ടൊരു ആമയെ ഒരു സിംഹം പിടിക്കാൻ വന്നു. ഭക്ഷണത്തിന് വേണ്ടി ആമയെ പിടിച്ചു. പക്ഷെ സിംഹമായതുകൊണ്ട് സിംഹം രാജാവാണല്ലോ, രാജാവിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോ ഈ സിംഹം ചോദിച്ചു ആമയോട്, അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ആമ പറഞ്ഞു, ഉണ്ട്. എന്താ? എന്നൊന്നൊരു 10 മിനിറ്റ് ഫ്രീ ആക്കി വിടണം. 10 മിനിറ്റ് കൊണ്ട് നീ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ. എന്നാ പിന്നെ 10 മിനിറ്റ് ഫ്രീ. ഈ ആമ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്ന് കയ്യും കാലൊക്കെ നിവർത്തി, എന്നിട്ട് നിലത്തുനിന്ന് കുറച്ച് മണ്ണ് ഇങ്ങനെ കുഴിച്ചെടുത്തു, എന്നിട്ടത് മേല് പുരട്ടി, എന്നിട്ട് കിടന്നു ഉരുണ്ടു, ആകെ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് അലങ്കോലപ്പെടുത്തി. 10 മിനിറ്റായി. ആമ പറഞ്ഞു, ശരി, ഇനി എന്നെ തിന്നോളൂ. അപ്പൊ സിംഹം ചോദിച്ചു, ഇതെന്താ പരിപാടി? ഇതെന്ത് വിചിത്രമാണ്, നിനക്ക് ഭ്രാന്തായതാണോ? മരണം ഓർത്തിട്ട്? ആമ പറഞ്ഞല്ല, നീ എന്നെ തിന്നും, എന്റെ പുറന്തോടൊന്നും തിന്നൂല, തിന്നാൻ പറ്റുന്ന ഭാഗേ തിന്നു. എന്നെ അന്വേഷിച്ച് എന്റെ നാട്ടുകാരും ബന്ധുക്കളും മക്കളും ഒക്കെ വരും. ഞാൻ ഇവിടെ പോയി എന്നറിയാം. വന്നു കഴിഞ്ഞാൽ എന്റെ പുറന്തോടൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളെ ചങ്ങാതി അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, ആരൊക്കെ ഒന്ന് തിന്നിരിക്കുന്നു. അപ്പോ നീ ഈസി ആയിട്ട് എന്നെ തിന്നങ്ങ് പോയാൽ അതെനിക്കൊരു മാനക്കേടാണ്. എന്റെ മക്കള് ധരിക്കും ഞങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ വളരെ നിസ്സാരമായ ഏതോ ഒരു ജീവിക്ക് കീഴടങ്ങി. പക്ഷെ ഇനി ഇവിടെ വന്ന് കണ്ട എന്താ വിചാരിക്കാന്നറിയോ? പൊരുതി തോറ്റതാണ്. വളരെ നന്നായി പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ട് മരിച്ചുപോയതാണെന്ന് എന്റെ പിൻഗാമികൾ കരുതും. അപ്പോ നമ്മുടെയൊക്കെ ലൈഫിൽ തോറ്റുപോയാൽ പോലും നമ്മൾ പൊരുതിയെ നോക്കാൻ പാടുള്ളൂ. മാക്സിമം പൊരുതി നോക്കണം. ജീവിതം എന്ന് പറയുന്നത് പൊരുതാൻ തന്നെയുള്ളതാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് തോൽവി സമ്മതിക്കുന്നതാവരുത് നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷയും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും. പൊരുതുക മാക്സിമം.